എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഇന്നത്തെ വീഡിയോ ഒരു ക്രാഫ്റ്റാണ്. ചിരട്ടനെ കൊണ്ട് ചിരട്ടിങ്ങനെ എല്ലാവരും ചിരട്ടയുടെ തൊലിയൊക്കെ നല്ലോണം സാൻഡ് പേപ്പർ കൊണ്ട് വരച്ച് വൃത്തിയാക്കിയിട്ട് തൂക്കിയിട്ടിട്ട് ചെടിയൊക്കെ വളർത്തുന്ന ഒരു കിട്ടിലെ ക്രാഫ്റ്റാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണ്ടേ നോക്കണേ. അതിനു മുമ്പ് എങ്ങനെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുക്കുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ നട്ടം പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. ഇതേ വേണ്ടതാ ഇതേപോലത്തെ ഒരു നല്ല ചിരട്ട എടുക്കുക. ചിരട്ട എടുക്കേണ്ടതാ ഒരു ബാക്കിൽ 3 കണ്ണുള്ള ചിരട്ടയാണ് നിങ്ങൾ എടുക്കേണ്ടത്. അതിനൊന്ന് നല്ലോണം ഒന്ന് സാൻഡ് പേപ്പർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗിൽസിൻ്റെ ഈ തൊലിയൊക്കെ പെയിൻ്റൊക്കെ കളയുന്ന ഷീറ്റ് കൊണ്ട് നല്ലോണം ഇത് സ്മൂത്താക്കി കൊടുക്കണ്ടോ. നല്ലോണം ഇത് സ്മൂത്താക്കി കൊടുക്കുക ഗൈസ്. അപ്പോൾ ഇതാ ഫുള്ളിങ്ങനെ കാണുന്നത് എല്ലാം സ്മൂത്തായി വന്നിട്ടുണ്ട്. അങ്ങനെ ഞാനിവിടെ എടുത്തത് ഒരു 10 പീസാണ്. അതിൽ ഏതെങ്കിലും എത്രണ്ണം ആവശ്യം എന്ന് പറയാൻ പറ്റില്ല. 10 എണ്ണമാണ് ഞാൻ എടുത്തത്. നിങ്ങൾ അതേപോലെ 10 എണ്ണം ഇങ്ങനെ സ്മൂത്താക്കി എടുക്കുക ഗൈസ്. അപ്പോൾ നമ്മൾ അടുത്തതാ ഇതേപോലത്തെ ഒരു പൈപ്പിൻ്റെ കഷ്ണം മുറിച്ചെടുക്കണം. അതെ, ഇതേപോലത്തെ ഒരു പൈപ്പിൻ്റെ കഷ്ണം മുറിച്ചെടുക്കുക. ഇതെന്തിനാണ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഗൈസ്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾ കാണാത്ത ഇങ്ങനെ റൗണ്ടാക്കി എടുക്കേണ്ടിയിട്ടാണ്. ഇങ്ങനെയുള്ള സാധനം ഇങ്ങനെ റൗണ്ടാക്കിയിട്ട് കയറുകൊണ്ട് ഇങ്ങനെ വീഡിയോ കാണിക്കാൻ പറ്റില്ല, കാരണം ഇത് ഒറ്റൊരാളെ സഹായം പോരാ. അതുകൊണ്ടാണ് നല്ല ടൈറ്റിൽ ഇങ്ങനെ കെട്ടി ചുറ്റി ഇവിടെ ഈ ഭാഗത്താണ് അധികം കൂടുതൽ കെട്ടേണ്ടത്. കാരണം ഈ ഭാഗത്ത് അധികം കൂടുതൽ കെട്ടണം, അല്ലെങ്കിൽ പിന്നെ ഇതിങ്ങനെ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ കെട്ടി കഴിഞ്ഞില്ലായിരുന്നു. നമ്മളിതാ കയറ് ചുറ്റി ഫുള്ളെത്തിച്ചില്ല കേട്ടോ. കാണിച്ചാൽ ഇനിയും ഇത്രോളം വരെ ബാക്കിയുണ്ട്. കാണുക, ഇത്രോളം വരെ ബാക്കിയുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ കഷ്ടപ്പെട്ട് ചുറ്റിയത്. ഇത് പിന്നെ കുഴപ്പമില്ല കേട്ടോ. ചെറുങ്ങനെ അലക്കുളത്തായിന്, കാരണം അതെല്ലാം ഇത് നല്ല കുറച്ച് ടൈറ്റ് അലക്കുളത്താക്കിയിട്ട് നല്ല ടൈറ്റിൽ ഇരുന്നിട്ടില്ലെങ്കിൽ ഇതങ്ങ് തെറിച്ചോ. അതുകൊണ്ടാണ് ഇത് നമുക്കിത് ഫുള്ളാക്കിയിട്ട് നോക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളെ സാധനം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. കാണാം ഫുള്ള് നൂലൊക്കെ ടൈറ്റ്. ആകെ ഇവിടെ നല്ല ടൈറ്റുള്ളൂ. പിന്നെ ഇവിടെ കാണാം ചെറിയ ലൂസാണ്. പക്ഷേ ഇത് തെറിച്ചോന്നൊന്നുമില്ല, അടിപൊളി നല്ല ടൈറ്റിൽ നിൽക്കുന്നുണ്ട്. ഇനി ഇതൊരു സ്ഥലത്ത് വെച്ച് കെട്ടി തരണം. നമ്മളിതാ അവിടെയാണ് നമ്മളിവിടെ ഈ റൗണ്ട് കെട്ടാൻ പോകുന്നത് കേട്ടോ. അപ്പം നമുക്കവിടെ കെട്ടാം. ഇപ്പം നമ്മൾക്ക് അത് എത്താത്തതുകൊണ്ട് ഒരു ഡ്രമ്മിൽ വെച്ചിട്ടാണ് കയറുന്നത്. കാണാൻ പറ്റും. ഡ്രമ്മിൽ വെച്ചിട്ടും പോരാ, പക്ഷേ ഇത്ര ഹൈറ്റ് വേണം കേട്ടാ. എന്തായാലും അനക്കാവില്ല, എന്നെക്കാട്ടും നിങ്ങളുള്ളത് ക്യാമറ വെച്ചാണ്. അപ്പോൾ അവനാണ് ഇത് കയറുന്നത് കേട്ടാ. കഴിച്ചാണ് നമ്മുടെ സാധനം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. കറക്റ്റ് ഊനാല് പോലെ കിടിലം പോലെ വന്നിട്ടുണ്ട്. കാണാം. ഇനി ഇവിടെ ചിരട്ടക്കണ പരിപാടിയും കൂടി ഉള്ളു കേട്ടോ. പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ചിരട്ട എടുത്ത് വെച്ചതാ പ്ലൂഗുന്നുണ്ട്. ഈ രണ്ട് വയറെന്ന് വെച്ചാൽ ഇത് ഒരു ഈ സൈസുള്ള വയറാണ് കേട്ടോ. ഒരു ഈ സൈസുള്ള വയറ് രണ്ട് വശത്ത് ഒട്ടിച്ചു കൊടുക്കുക. എന്നുവെച്ചാൽ ഇങ്ങനെ തൂക്കിയിടാനാണ്. കാണിച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ തൂക്കിയിടാനാണ്. അപ്പോൾ ഇതേപോലെയുള്ളത് ബാക്കിയെല്ലാം നമ്മൾ ചെയ്തെടുക്കണം. നിങ്ങൾ കാണാൻ പറ്റിയതാ നമ്മൾ ഒരു ലെയർ ഫുള്ളും അതാ 1 2 5 ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു കയറിട്ടിട്ട് ഇതിൻ്റെ താഴേൽ ഇങ്ങനെ 5 പിന്നെ അതിന് വേറൊരു കയറിട്ടിട്ട് അതിൻ്റെയും താഴേൽ ഇങ്ങനെ 5 ആയിട്ടാണ് വെക്കുക. ഇതിൻ്റെ ഇങ്ങനത്തെ 3 ലെയറാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കാണാം ഇപ്പോൾ കറക്റ്റ് ലെവലിലെല്ലാം ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇനി വീകൊന്നുമില്ല. കാണാൻ പറ്റും. നല്ല ടൈറ്റ്, നല്ല പെർഫെക്റ്റായിട്ട് നല്ല ടൈറ്റ് ഉണ്ട് കേട്ടോ ഇതിന്. ഇതിന് മണ്ണെല്ലാം ഇപ്പോൾ ചെടിയെല്ലാം ഉള്ളവർക്ക് നിങ്ങൾക്ക് ചെടിയെല്ലാം വളർത്തിയൊക്കെ എല്ലാം ചെയ്യാം ഇതിലേക്ക്. നമ്മൾ സാധനം സെറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. അടിയിലോട്ട് പിടിച്ചു കൊടുക്കാം. അടിപൊളി നിങ്ങൾക്ക് കാണുക സെറ്റ് പോലെ വന്നിട്ടില്ല. ഇനി അടി താട്ടോ കാണിച്ചാൽ ക്യാമറ ഇങ്ങോട്ട്. കാണുക സാധനം അടിപൊളിയാണ്. ഇത് മണ്ണിട്ടാൽ സെറ്റ് ആയിരിക്കും കേട്ടോ. പക്ഷെ മണ്ണ് താഴ്ന്ന് എടുത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. മണ്ണിട്ടാൽ പൊളിയാണെന്ന് പറയണ്ടേ. പിന്നെ കാരണം ഊനാല പോലെ തന്നെ ഒന്നൊരു മാറ്റില്ല. ഊനാല പോലെ തന്നെ ഇതുണ്ട് കേട്ടാ. പിന്നെ ചെടിയെല്ലാം ഉള്ളവർക്ക് ചെടിയൊക്കെ ഇതാ സെറ്റ് പോലെ കുഴിച്ചിടാം. ആക്കിയത് ഫസ്റ്റ് സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ആക്കിയത്. ഇവിടെ നിന്ന് പിന്നെ അതിൻ്റെ താഴേല് പിന്നെ അതിൻ്റെ താഴേല് അങ്ങനെയാണ് നമ്മൾ ആക്കിയത് കേട്ടോ.
മതിയുടെ മതി. തൂനാൽ തൊട്ടെന്നാ ഇതല്ല, തൊട്ടിലല്ല. ഇന്നത്തെ ഈ വീഡിയോ പൊളിയാണെന്ന് പറയാനൊക്കെ ഇടുക്കി. പക്ഷെ മണ്ണ് നമ്മളിതിപ്പോ മേലാണുള്ളത്. അപ്പൊ താഴെ മണ്ണുകൊണ്ട് തന്നെ കഴിയാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വെച്ചു കേട്ടോ. അല്ലേ ഇതിപ്പോ താഴെ ഉരുക്കൊണ്ടൊക്കെ ചെയ്യണം. ഊരാണെങ്കിൽ പണിയാണ്. നമ്മൾ അത്തങ്ങത്തെ കെട്ടാണ് അവിടെ കെട്ടിയത്. അതിത് പൊളിയാണതാ. സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് നിങ്ങൾക്ക് കാണാം. ആദ്യം ചെറുത്, പിന്നെ അതിൻ്റെ കുറച്ച് വലുത്, പിന്നെ അതിൻ്റെ കുറച്ച് വലുത്, പിന്നെ ചെറുത്, അങ്ങനെയാണ് നമ്മൾ ആക്കിയത്. കാണാം ഇതാ സെറ്റ് പോലെ. നിങ്ങൾക്ക് എൻ്റെ ഇങ്ങനത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ കമൻറ്റ് ചെയ്യാൻ തീർച്ചയായും മറക്കരുത്. ഇതിനെ ഉണ്ടാക്കിയ അഭിപ്രായം നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇത് നിങ്ങൾ ഉണ്ടാക്കിയത് ഈസിയാണ്, ഒന്നും പറയില്ല. ഇങ്ങനത്തെ കയറൊക്കെ ഇഷ്ടമുള്ള ബാക്കിലൊക്കെ ഉണ്ടാകും. അല്ലെങ്കിൽ ഇത് വാങ്ങാം. ഇതിന് 100 ഗ്രാമിന് 20 റുപ്യ വരുന്നുള്ളൂ. ആകെ ഇതിന് ചിലവ് വരുന്നത് 50 റുപ്യ ഇതിന് ചിലവ് വരുന്നു. ഗ്ലൂ ഗണ്ണിൻ്റെ സ്റ്റിക്ക് അങ്ങനത്തെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഫ്ലെക്സ് സ്റ്റിക്ക് അങ്ങനത്തെയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പം 20 റുപ്യ 50 റുപ്യ ചിലവ് വരുന്നുണ്ട്. പിന്നെ ചിരട്ടൻ്റെ സ്ലേവ് ഇത് ചിരണ്ടണമെന്നൊന്നും ഇല്ല കേട്ടോ. ഇതിൻ്റെ സ്മൂത്ത് ആക്കണമെന്നൊന്നുമില്ല. ഞാൻ ആക്കിയത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നല്ല കാണാൻ നല്ല ഭംഗിയായിരിക്കും. കാണാൻ സൂം ചെയ്ത് കേട്ടോ. കാണാൻ നല്ല ഭംഗിയായിരിക്കും, കാണാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ ഒന്ന് ഫുൾ ചിരണ്ടാണ്ട് വെച്ചതാ, ഞാൻ കാണിച്ചു തരാം. ഇത് ചിരണ്ടാണ്ട് വെച്ചതാണ്, നിങ്ങൾ കാണാൻ പറ്റതാ. ചിരണ്ടാണ്ട് വെച്ചതും ചിരണ്ടത് നിങ്ങൾ കാണാൻ പറ്റും വ്യത്യാസം. ഇതാണ് ഏറ്റവും നല്ല ചുങ്കിൾ കാണാൻ തന്നെ കേട്ടോ. അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് തീർച്ചയായും മറക്കരുത്. പിന്നെ ഷെയർ ചെയ്യുക. അപ്പം ഇതിലും നല്ല വീഡിയോ ഞാൻ വീണ്ടും വരും. അതുവരെ ക്യാമറ ചാനൽ മീ അജിന സൈനിങ് ഔട്ട്.